പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തെങ്കിലും അവിടുത്തെ ജീവനക്കാർക്ക് സർക്കാരിൻ്റെ ആനുകൂല്യമോ അല്ലെങ്കിൽ ശമ്പള വർധനവോ ഒന്നും ലഭിച്ചിരുന്നില്ല. ഈ കാരണത്താൽ ഇവർ സമരമുഖം തുറന്നിരിക്കുകയാണ്. റിപ്പോർട്ട് കാണാം. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. എന്നാൽ ജീവനക്കാരെ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുത്തിട്ടില്ല. ഇതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് മുഴുവൻ കാരണം. സർക്കാർ ജീവനക്കാരുടെ പദവി ലഭിക്കാത്തതിനാൽ സർക്കാർ ജീവനക്കാർക്ക് നടപ്പാക്കിയ ശമ്പള പരിഷ്കരണവും മറ്റ് ആനുകൂല്യങ്ങളും ഇവിടുത്തെ ഭൂരിഭാഗം ജീവനക്കാർക്കും ലഭിക്കുന്നില്ല. ഏറ്റെടുക്കുന്നതിന് മുൻപ് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ പോലും ഇപ്പോൾ കിട്ടുന്നില്ലെന്ന് ജീവനക്കാർ പറയുന്നു. ഞങ്ങൾക്ക് സീനിയോറിറ്റി വേണം. സീനിയോറിറ്റി കുറച്ച് ഞങ്ങളുടേത് പരിഗണിച്ചേ മതിയാവൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി മുന്നോട്ടേക്ക് സീനിയോറിറ്റി ഇല്ല. അതൊന്നും അതിന് സമയമില്ല. ഇനി ഒന്നപ്പുറത്തേക്ക് കടന്നു പോകാൻ ഞങ്ങൾക്ക് പ്രായമില്ല. അതുകൂടാതെ ഗ്രാറ്റുവിറ്റി ഞങ്ങൾക്ക് അനുവദിച്ചു തരണം. ഇത് പിന്നെ പേ റിവിഷൻ, റെഗുലറൈസേഷൻ ഞങ്ങൾ എത്രയും പെട്ടെന്ന് റെഗുലറൈസ് ചെയ്ത് ഞങ്ങൾക്ക് ഇവിടെ സ്റ്റാഫാണെന്ന് ഞങ്ങൾക്കൊന്ന് അടിച്ചു തരണം. എല്ലാവരും പബ്ലിക്കൊക്കെ പറയുന്നത് നിങ്ങൾ ഗവൺമെൻറ് ആയില്ലേ, നിങ്ങൾക്ക് വലിയ ശമ്പളം കിട്ടുന്നില്ല എന്ന്. ഞങ്ങൾക്ക് പക്ഷേ കിട്ടുന്നത് എന്താണെന്നുള്ളത് ഒരാളും അറിയുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ കരഞ്ഞു തീർക്കുന്ന മക്കൾ ചോദിച്ചാൽ ആവശ്യത്തിന് അവർക്കൊരു മീൻ വാങ്ങിക്കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല അവസാനം ആകുമ്പോഴത്തേക്കും. പരിയാരം മെഡിക്കൽ കോളേജിൽ പതിറ്റാണ്ടുകളായി സേവനം ചെയ്യുന്നവരോടാണ് സർക്കാരിന്റെ ഈ അവഗണന. സർവീസിൽ നിന്ന് വിരമിച്ചവർക്ക് പോലും പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇവിടുന്ന് റിട്ടയർഡ് ആയവർ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ഒരു പൈസ ഇല്ല. അതിനേക്കാളും ക്ലീനിങ് സ്റ്റാഫ്, ലോണ്ടറിയിൽ വർക്ക് ചെയ്തവർ, ഫാർമസിയിൽ വർക്ക് ചെയ്ത് അവരൊക്കെ ഇവിടുന്ന് 30 ലക്ഷവും 18 ലക്ഷവും വാങ്ങി ഇറങ്ങി പോകുമ്പോൾ ഞങ്ങളുടെ ഹെഡ് നഴ്സുമാർ കരഞ്ഞുകൊണ്ടാണ് ഇവിടുന്ന് പോയത്. അവർക്ക് മാസം കിട്ടുന്നത് പെൻഷൻ എന്ന് പറഞ്ഞ എത്തിയത് 2500 രൂപയാണ്. ആ 2500 രൂപ കൊണ്ടാണ് അവർ ഓരോ മാസവും കഴിഞ്ഞു കൂടുന്നത്. നിരവധി സമരങ്ങൾ നടത്തിയിട്ടും നിവേദനങ്ങൾ നൽകിയിട്ടും സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്താത്തത് കൊണ്ടാണ് പ്രതിഷേധവുമായി ജീവനക്കാർ രംഗത്തിറങ്ങാൻ കാരണം. സർക്കാർ അവഗണനയ്ക്കെതിരെ ഇടതുപക്ഷ സംഘടന തന്നെ വരും ദിവസങ്ങളിൽ സമരത്തിനിറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജനം, കണ്ണൂർ.